എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പണ്ടൊക്കെ സ്കൂളിലൊക്കെ കിട്ടിയിരുന്ന ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അത് മെയ്സിൻ്റെ ഉപ്പുമാവ് എന്നൊക്കെ പറയും. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ചോളപ്പൊടിയാണ് എടുത്തേക്കുന്നത്. യെല്ലോ കളറ് കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് പുട്ടിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പുട്ടിനൊക്കെ വേവാനെടുക്കുന്ന അതേ ടൈം തന്നെ മതി. ഞാനിവിടെ ഒരു അപ്പച്ചമ്മനകത്ത് നമ്മുടെ ഈ മാവൊക്കെ ഇട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം. ഇത് ഒരു 10 മിനിറ്റോളം എടുത്ത് ഇതൊന്ന് ആവി കയറി വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാളയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇഞ്ചി ചെറിയ കഷ്ണം, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്നും എല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആവിയിൽ വെച്ച് വേവിച്ച് വെച്ചേക്കുന്ന മെയ്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോളപ്പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കഴിച്ചിരുന്ന ഏകദേശം അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ആ ബെല്ലൈക്കനുണ്ട്, അതും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.